ഉണ്ടാക്കാൻ പോകുന്ന ഒരു പാൻകേക്കാണ്. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതിനും എങ്ങനെ ചെയ്യുന്നു അതിന്റെ മാവുകളും കൃത്യം അളവുകളെല്ലാം ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോണേ. എല്ലാം സിമ്പിൾ ആണ്, പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. നമുക്ക് എപ്പോഴും വിശക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് കഴിച്ച് എല്ലാം നല്ല ഇഷ്ടപ്പെടും. ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. നല്ല ടേസ്റ്റ് ആയിരിക്കും. ആദ്യം തന്നെ നമുക്ക് ചെറുപഴം വേണം. നല്ല പഴുത്താവണമെന്നില്ല, പഴുത്താവണം എന്നാലും മധുരമുള്ളതായിരിക്കും പഴം. മധുരം ഇല്ലായിരിക്കും, എന്ത് വേണമെങ്കിലും ആകാം. ഏത് പഴം ആയാലും കുഴപ്പമില്ല. ഏത്തപ്പഴമോ ഒരു ചെറുപഴമോ ആയാൽ മതി. പിന്നെ നമ്മള് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് മൈദയോ അല്ലെ ഗോതമ്പ് പൊടിയോ ഇത് യൂസ് ചെയ്യാം. മൈദയാണ് ഏറ്റവും നല്ലത് കേട്ടോ, ഇച്ചിരി കൂടെ ടേസ്റ്റ് ആണ്. ഞങ്ങളുടെ മൈദ ഇല്ല, അതുകൊണ്ട് ഗോതമ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് പാലും പഞ്ചസാരയും നമുക്ക് ചേർക്കാം. കുറച്ച് ടേസ്റ്റിനായി വാനില എസൻസും ബേക്കിംഗ് സോഡയും ഇടാം. നമ്മൾ അതിൽ ഏതെങ്കിലും ഒന്ന് ഇട്ടാൽ മതിയേ. പിന്നെ ഉപ്പ് വേണമെങ്കിൽ ഇച്ചിരി ഇട്ടോണം, കുഴപ്പമില്ല. ഉപ്പ് ഇടാൻ നമുക്ക് കേട്ടോ. അപ്പൊ പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഒത്തിരി വെള്ളം പോലെ ആവുകയും ചെയ്യരുത്, ഒത്തിരി കട്ടിയായി ചെയ്യരുത്, ഒത്തിരി കട്ടിയാകരുത്, കട്ടിക്കിരിക്കരുത്. അല്ലെങ്കിൽ പാൻ ഒഴിക്കുമ്പോ പെട്ടെന്ന് കട്ടിക്ക് പിടിക്കും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു. ഉപ്പ് കുറച്ച് അത്യാവശ്യത്തിന് കുറച്ച് ഉപ്പിട്ടാൽ മതി കേട്ടോ. നമ്മൾ ഇപ്രാവശ്യം കുറച്ച് ഉപ്പാണ് ചേർത്തേക്കുന്നത് കേട്ടോ. നമുക്ക് കുറച്ച് ഉപ്പ് മതി. മാവ് കണ്ടോ, ഇങ്ങനെ ആയിരിക്കണേ. ഇപ്പോൾ നല്ല ലൂസ്, ഒരു മീഡിയം എമൗണ്ടിലായിട്ട് വരണം ഇതെല്ലാം. ഒത്തിരി ലൂസായി നമ്മൾ കേക്ക് വല്ലാത്ത രീതിയിലാണ് കേട്ടോ. നമ്മൾ ഇതേപോലത്തെ പാനൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. ഗ്യാസ് കത്തിക്കാൻ അറിയാത്ത പിള്ളേർ ഗ്യാസ് കത്തിച്ചിരിക്കരുത്, ഗ്യാസ് തീർക്കരുത്. അതുപോലെ സഹായത്തിനൊക്കെ അമ്മമാരൊക്കെ ചോദിക്കാം, വിളിക്കുകയും ചെയ്യാം. ഇവിടെ ഞാനാണ് ഗ്യാസ് കത്തിക്കുന്നത്. ഗ്യാസ് കത്തിക്കാൻ അറിയാവുന്നതുകൊണ്ട് ഞാൻ തന്നെയാണ് ഗ്യാസ് കത്തിക്കുന്നത്. എനിക്കും കത്തിക്കാൻ അറിയാവേ, ചെറിയ പേടിയുണ്ട്. ചൂടായിട്ട് നമുക്ക് ഇതിനകത്ത് ഗീയോ അല്ലെങ്കിൽ എണ്ണ ചേർക്കാം. ഗീയോ ബട്ടറോ എന്തെങ്കിലും ചെയ്യാം. ഫ്ലഫി ആയിട്ട് എണ്ണയും ചേർക്കാം കേട്ടോ. പിന്നെ ഫ്ലഫി ആയിട്ട് നമ്മുടെ ഗീ ഉണ്ട്, പക്ഷെ നമുക്ക് ചുമയും കഫൊക്കെ അതുകൊണ്ട് നമ്മൾ ഗീ ഇടുന്നില്ല. പിന്നെ ഫ്ലഫി ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊക്കി ഒഴിക്കണേ. നല്ല റൗണ്ട് ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ അത് മാത്രമല്ല, അത് ഫ്ലഫി ആണെങ്കിൽ കൂടെ നമ്മൾ ഇപ്പുറത്ത് വെന്ത് ചെയ്യുമ്പോഴത്തേക്കും എല്ലാവരും ചൂടാ സമയത്ത് നമുക്ക് കുറച്ച് എണ്ണയും കൂടെ ചേർക്കാം. എണ്ണ തേക്കാതെ ബട്ടർ കല്ല് ചൂടാവുന്ന സമയത്ത് ഒരു തവി ഇങ്ങോട്ട് നമുക്ക് ഒത്തിരി പൊക്കി ഒഴിക്കണ്ട. നമുക്ക് ചെറിയൊരു റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. എണ്ണ വെച്ച് തേക്കാതെ ഉണ്ടാക്കിയാൽ ഇത് കട്ടിയായിരിക്കും. അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള മാവാണെങ്കിൽ പിന്നെ അത് തീ കുറച്ച് വെക്കാം കേട്ടോ. നമ്മള് ഗ്യാസ് കുറച്ച് മീഡിയം ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഗായ്സ് ഇങ്ങനെ കൊമളകളൊക്കെ വരാൻ തുടങ്ങി അതിൽ കൂടെ. അപ്പൊ ഗായ്സ് ഇങ്ങനത്തെ രീതിയിലാണ് നമ്മള് ഉണ്ടാക്കിയപ്പോ വന്നിരിക്കുന്നത്. ഗോതമ്പ് ഇട്ടുകൊണ്ടാണ് തോന്നി ഇങ്ങനെ വരുന്നത്. മൈദ ആണെങ്കിൽ ഇച്ചിരി കൂടെ നല്ലതായിട്ട് വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വാനില എസൻസിലെ ബേക്കിംഗ് സോഡയും കൂടി ഇട്ടോ കേട്ടോ, അപ്പോൾ നല്ലതായിരിക്കും. ഈ ഭാഗം വെന്തില്ല ഇപ്പോൾ നല്ലപോലെ വേഗണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് വെച്ച് അടച്ചു വെക്കാം. ഓക്കെ, ഒരുപാട്. അപ്പൊ ഗൈസ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ട്രൈ ചെയ്യണം കേട്ടോ, ട്രൈ ചെയ്യണം. അപ്പൊ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.